ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നാം സെമിസ്റ്റർ വിദ്യാർത്ഥികളായിട്ട് കോളേജിൽ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ ക്ലാസ്സുകളിൽ നിന്നും പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായി ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ ആയി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റാണ് കോളേജ് തലത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ ഇയർലി എക്സാമിനേഷനായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ജൂണിൽ ക്ലാസ് തുടങ്ങി മാർച്ചിൽ പരീക്ഷ വരുന്ന തരത്തിൽ പഠന പ്രക്രിയകളൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ഇയർലി എക്സാമിനേഷൻ പാറ്റേൺ. ഓക്കെ, അതായിരുന്നു സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കോളേജിലേക്ക്, ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഡിഗ്രി കോഴ്സിലേക്ക്, ഡിഗ്രി പ്രോഗ്രാമിലേക്ക് നമ്മൾ വന്നതോടുകൂടി ഇവിടെ എന്തായിട്ട് മാറുന്നത്? സെമിസ്റ്ററായിട്ട് മാറുന്നു. എന്താണ് ഈ സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഒരു അക്കാഡമിക് ഇയറിനെ 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗത്തിന് നമ്മൾ സെമിസ്റ്റർ എന്ന് പറയും അല്ലേ? അപ്പോൾ സെമിസ്റ്റർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വർഷത്തിൻ്റെ പകുതി. ഇപ്പോൾ കലണ്ടർ ഇയർ അല്ല ഉദ്ദേശിക്കുന്നത്, അക്കാഡമിക് ഇയർ. ക്ലിയർ? സോ സാധാരണ അക്കാഡമിക് ഇയർ നമുക്ക് എന്താ പറയുക, 10 months ആണ് ഒരു അക്കാഡമിക് ഇയർ. 2 മാസം വെക്കേഷനാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് 10 months നോർമലി കേട്ടോ. അപ്പോൾ നോർമലി 10 മാസം വരുന്ന ഒരു അക്കാഡമിക് ഇയറിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 5 months ആയിട്ട് വരും. 5 മാസം. ക്ലിയർ? ഇതിൽ 1 മാസം എന്ന് പറയുന്നത് ഓരോരോ മാസവും എക്സാമിനേഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് നീക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം 4 മാസം 4.5 മാസം എന്തിന് കിട്ടും? നമ്മളെ പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിട്ടും. ക്ലിയർ? ഇങ്ങനെ ഒരു 5 മാസം വരുന്ന ഒരു പീരീഡാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഈ 5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രോബ്ലമാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിനൊരു ഡെഫിനേഷനൊക്കെ ഉണ്ട്. എന്താണ് ഒരു സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ? അതിൽ എത്ര വർക്കിംഗ് ഡേയ്സ് വേണം അല്ലേ? പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സാധ്യമായ ദിവസം എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ വരാവുന്ന ഈ നമ്പർ ഓഫ് ഡേയ്സ്, ക്ലിയർ, വർക്കിംഗ് ഡേയ്സ് എത്രയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഡെഫിനേഷൻ ഉണ്ട്. എനിവേ, അപ്പം ഇങ്ങനെ ഒരു സെമിസ്റ്ററായിട്ടാണ് നമ്മൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ എൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളിപ്പോൾ അഡ്മിഷനായി ഏകദേശം ഒരു 4 മാസം കഴിയുമ്പോൾ എന്ത് വരും? നിങ്ങൾക്ക് പരീക്ഷ വരും. ക്ലിയർ? അപ്പോൾ 4 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ഏകദേശം 5 മുതൽ 6 സബ്ജക്റ്റ് വരെ നമ്മൾ പഠിക്കാനുണ്ട്. ക്ലിയർ? മിക്കവാറും എല്ലാ സെമിസ്റ്ററുകളിലും 5 സബ്ജക്റ്റാണ് ഉണ്ടാവുക. ചില സമയത്ത് അത് 6ആയിട്ട് മാറാം, റെയർ കേസസ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ 5 or 6 സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളെ സബ്ജക്റ്റ് എന്നല്ല ഇപ്പോൾ പുതിയ ടെർമിനോളജിയിൽ പറയുക, അല്ലേ? നമ്മൾ നേരത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പേപ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വേറെ രീതിയിലുള്ള ടെർമിനോളജിയൊക്കെയാണ് ഉപയോഗിക്കുക ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. ക്ലിയർ? അത് നമ്മൾ കോഴ്സസ് എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ പഠിക്കേണ്ട ഒരു വിഷയത്തെ നമ്മൾ കോഴ്സസ് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ കുറേ കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സെമിസ്റ്ററാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ സെമിസ്റ്റർ അനുസരിച്ച് അല്ലേ, ഒരു 3-4 മാസം കഴിയുമ്പോൾ 5-ാമത്തെ മാസത്തിൽ നമുക്ക് പരീക്ഷ വരും. ആ പരീക്ഷ എഴുതുന്നതോടുകൂടി ആ സെമിസ്റ്റർ കഴിഞ്ഞു. പിന്നീട് എന്ത് ചെയ്യുന്നു? അടുത്ത സെമിസ്റ്റർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 2 സെമിസ്റ്റർ വരും. അപ്പോൾ 3 വർഷത്തെയുള്ള നമ്മുടെ ഡിഗ്രി പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ 6 സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 6 സെമിസ്റ്റർ വരുന്നതാണ് നമ്മുടെ ഒരു ഡിഗ്രി പ്രോഗ്രാം. അപ്പോൾ നിങ്ങളെല്ലാം BA, BSc, BCom തുടങ്ങിയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസിന് അഡ്മിഷൻ ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ, ക്ലിയർ, സെമിസ്റ്റർ വൈസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 സെമിസ്റ്റേഴ്സ് ആകെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെമിസ്റ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം. ക്ലിയർ? ശരി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2009 സെമിസ്റ്റർ സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2009-2010 വർഷത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൽ ചില മാറ്റങ്ങളൊക്കെ പിന്നീട് വരികയുണ്ടായി. ചില മാറ്റങ്ങളോടുകൂടി 2019 അഡ്മിഷൻ മുതൽ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിൽ ചെറിയ വേരിയേഷൻസോടുകൂടി പുതിയതായിട്ട് നമ്മൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിൻ്റെ റെഗുലേഷൻ എന്താണ്? അതിൻ്റെ ചില പ്രത്യേക ഫീച്ചേഴ്സ് എന്താണ്?
വളരെ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു സാമാന്യമായിട്ടുള്ള അറിവിന് വേണ്ടി, ഒരു കോമൺ അവയർനെസ്സിന് വേണ്ടി നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കി പോകുന്നു. ക്ലിയർ? ഓക്കെ. സോ എന്താണ്, നമുക്ക് ഈ സിസ്റ്റം ഒന്ന് നോക്കാം. So, CU CBCSS UG regulation 2019 admission onwards. ഇപ്പോൾ നിങ്ങൾ 2020 അഡ്മിഷൻസ് ആണ്, പക്ഷെ 2019 അഡ്മിഷൻ മുതൽ ഈ റെഗുലേഷൻ ആണ് അപ്ലിക്കബിൾ. ഓക്കെ. സോ വാട്ട് ഈസ് CBCSS? ഇപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ചോയ്സ് ബേസ്ഡ്. ക്ലിയർ? ഇവിടെ നമ്മൾ ഇതിനെ ഓരോ ടേം ആയിട്ട് നോക്കണം. ആദ്യത്തെ സി എന്ന് പറഞ്ഞാൽ എന്താ? ചോയ്സ് എന്നാണ്. ക്ലിയർ? CB സ്റ്റാൻഡ്സ് ഫോർ ചോയ്സ് ബേസ്ഡ്. അപ്പോൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെമിസ്റ്റർ സിസ്റ്റം അല്ലേ? അതിൽ എന്തുകൂടെ ഉൾപ്പെടുന്നു? ഒരു അക്കാഡമിക് അച്ചീവ്മെൻ്റ് അനുസരിച്ച് അല്ലേ? നമ്മൾ കുറേ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് കുറേയധികം അറിവ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന അറിവുകളെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെ അക്കാഡമിക് ക്രെഡിറ്റ്സ് എന്നാണ് പറയുക. ഈ അക്കാഡമിക് ക്രെഡിറ്റ്സിനെ നമ്മൾ കണക്കാക്കിക്കൊണ്ടാണ് ക്ലിയർ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയുടെ അവാർഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷകളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. ക്ലിയർ? ഇപ്പോൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം. ഓക്കെ, അതാണ് CBCSS. C സ്റ്റാൻഡ്സ് ഫോർ ചോയ്സ്, B സ്റ്റാൻഡ്സ് ഫോർ ബേസ്ഡ്, C സ്റ്റാൻഡ്സ് ഫോർ credit, and S stands for semester, and S, clear, last S stands for the system. Clear? Choice based. എന്തുകൊണ്ട് ഇതിനെ ചോയ്സ് ബേസ്ഡ് എന്ന് പറയുന്നു? കാരണം നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ എല്ലാം ഒപ്പീനിയൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ പഠിതാക്കളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ താല്പര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം പഠന പ്രവർത്തനങ്ങളും ഡിഗ്രീസും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ക്ലിയർ ഒരു അക്കാഡമിക് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ക്ലിയർ അവർക്ക് ആവശ്യമായിട്ടുള്ളത് പഠിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ മുന്നോട്ട് വെച്ചുള്ള ആശയമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുക. ക്ലിയർ? അപ്പോൾ അവർ എന്ത് ചെയ്യും? അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നോർമലി അല്ലേ, ഇപ്പോൾ കൊമേഴ്സിൽ അഡ്മിഷൻ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ സയൻസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കൊമേഴ്സിനോടൊപ്പം അവരെന്ത് ചെയ്യും? സയൻസ് കൂടെ പഠിക്കും. ക്ലിയർ? സയൻസ് എടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ബയോളജി എടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ അക്കൗണ്ടിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അക്കൗണ്ടിങ് കൂടെ പഠിക്കും. ക്ലിയർ? അങ്ങനെ പഠിക്കാം. ഇങ്ങനെ കുട്ടികളുടെ താല്പര്യം അനുസരിച്ചിട്ട് ക്ലിയർ എന്ത് ചെയ്യുന്നു? ചോയ്സസ് അനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? നമ്മൾ അതാത് കോളേജുകൾ, അവിടെയുള്ള ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റി, ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി, ക്ലാസ്സുകളുടെ പ്രശ്നങ്ങൾ, ക്ലിയർ, ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ട് റെഗുലർ കോളേജുകളിൽ, അഫിലിയേറ്റഡ് കോളേജുകളിൽ ചോയ്സസ് വളരെയധികം കൊടുക്കുന്നത് ശരിയാവില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ ക്ലിയർ നമ്മൾ ചോയ്സിന് എന്ത് ചെയ്തു? ലിമിറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസിന് ചോയ്സ് ഉണ്ട്, പക്ഷേ അത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ക്ലിയർ 1 ഓപ്പൺ കോഴ്സ്, ക്ലിയർ, ഇൻ ദ ഫോം ഓഫ് ഓപ്പൺ കോഴ്സ്. അപ്പോൾ ഓപ്പൺ കോഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ ഓപ്പൺ കോഴ്സ് എന്നൊക്കെ നമ്മൾ തുറന്ന് നോക്കും. ക്ലിയർ? അപ്പോൾ എല്ലാവരും അല്ലേ ഓപ്പൺ ടു സ്റ്റുഡൻസ്. ആർക്കാണ് ഓപ്പൺ ടു സ്റ്റുഡൻറ്റ്. ക്ലിയർ? അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഓപ്ഷൻ അനുസരിച്ച്, ചോയ്സ് അനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്. ക്ലിയർ? അത് നമ്മുടെ ഈ UG പ്രോഗ്രാമുകളിൽ ക്ലിയർ 5th സെമിസ്റ്റർ വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാം, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് മാത്രമാണ് നമുക്കങ്ങനെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ കൂടുതലാവുന്ന സമയത്ത് എന്താവും? അത് നമ്മുടെ നിലവിലുള്ള അക്കാഡമിക് സ്ട്രക്ചറിനെയൊക്കെ ബാധിക്കുമ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ കോളേജിൽ ഓഫർ ചെയ്യപ്പെടുന്ന അവരുടെ സബ്ജക്റ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കോഴ്സ് സ്വന്തം താല്പര്യം അനുസരിച്ച് പഠിക്കാം. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BComൽ അഡ്മിഷൻ ആയുള്ള ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിൽ ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ ഓഫർ ചെയ്യുന്ന ഒരു പേപ്പർ എടുത്ത് പഠിക്കാൻ പറ്റും. ക്ലിയർ? അതുപോലെ മൈക്രോബയോളജിയിലെ ഒരു കുട്ടിക്ക് കോമേഴ്സിലെയോ ഇംഗ്ലീഷിലെയോ ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരു കോഴ്സിനെയാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ചോയ്സ് അതിൽ വരുന്നതുകൊണ്ടാണ് അതിനെ ചോയ്സ് ബേസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷേ ആക്ച്വലി
ചോയ്സ് ബേസ്ഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് മിക്കവാറും എല്ലാ കോഴ്സുകളും അങ്ങനെ ആക്കുക എന്നാണ്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സിസ്റ്റം. എന്താണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്? സോ award of a credit on the basis of an academic attainment. Clear? അക്കാഡമിക് അറ്റൈൻമെൻ്റ് അനുസരിച്ച് അല്ലേ, നമ്മളൊരു കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, ചില ഇവാലുവേഷൻ പ്രോസസ്സിലൊക്കെ കടന്നുപോയി, ചില ഇവാലുവേഷൻസ് ഒക്കെ ചെയ്തു, അതിനുള്ള വർക്കുകളൊക്കെ ചെയ്തു, അസൈൻമെൻറ്റ്സ് ചെയ്തു, അല്ലെങ്കിൽ സെമിനാർ കണ്ടക്ട് ചെയ്തു അല്ലേ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്തു, ലേണിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? We normally will have certain or some kind of attainment. എന്ത് അറ്റൈൻമെൻറ്റാ? ഇൻ്റലക്ച്വൽ അറ്റൈൻമെൻറ്റ്, എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലൊരു അക്കാഡമിക് അറ്റൈൻമെൻറ്റിനെ ക്വാണ്ടിഫൈ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ക്രെഡിറ്റ്സ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതിനെ നമ്മൾ പോയിന്റുകളായിട്ട് പറയും, ക്രെഡിറ്റ്സ്. അപ്പോൾ ആകെ നമ്മുടെ UG പ്രോഗ്രാമിൽ നമ്മൾ എൻവിസേജ് ചെയ്യുന്നത് 120 ക്രെഡിറ്റ്സ് ആണ്. ക്ലിയർ? BA, BSc, BCom സ്റ്റുഡൻസ് വിൽ ഹാവ് 120 ക്രെഡിറ്റ്സ്. ക്ലിയർ? ഫോർ ദെയർ എൻറ്റയർ UG പ്രോഗ്രാം. ക്ലിയർ? അപ്പോൾ ഇവിടെ UG പ്രോഗ്രാം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താ ഈ പ്രോഗ്രാം? BA പ്രോഗ്രാം, BSc പ്രോഗ്രാം, BCom പ്രോഗ്രാം എന്നൊക്കെയാണ് പറയുക. ക്ലിയർ? സോ പ്രോഗ്രാം സ്റ്റാൻഡ്സ് ഫോർ നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ UG പഠിക്കുന്നത്. UG എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്. ഇത് കഴിയുന്നതോടുകൂടി നമ്മൾ ഗ്രാജുവേറ്റ് ആയിട്ട് മാറും. ക്ലിയർ? സോ you are all undergoing, clear, an undergraduate course. Clear? After completion of this course you will become graduates. Successful completion of this course or this program will, clear, provide you a degree. Clear? Say graduate degree. And therefore ഇതിനെ UG undergraduate program എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ UG പ്രോഗ്രാമിൽ അല്ലേ, പ്രോഗ്രാം എന്നാണ് അതിന് പറയുക. അപ്പോൾ BA പഠിക്കുന്ന കുട്ടികളെ BA പ്രോഗ്രാം എന്ന് പറയും, BSc പഠിക്കുന്നതാകുമ്പോൾ BSc പ്രോഗ്രാം എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാംസ് ആയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ എൻറ്റയർ പ്രോഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ UG പ്രോഗ്രാമിൽ 120 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വരിക. അപ്പോൾ ഓരോ നമ്മൾ പ്രോഗ്രാം മൊത്തത്തിൽ വരുന്നത് അല്ലേ, ഒരു പ്രോഗ്രാം മൊത്തത്തിൽ വരുമ്പോൾ 6 സെമിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഓരോ സെമിസ്റ്ററിലും എന്തുണ്ടാവും? കുറച്ച് ഇതുപോലുള്ള ക്രെഡിറ്റ്സ് ഉണ്ടാവും. ക്ലിയർ? ഈ ക്രെഡിറ്റ്സ് എത്രയാവാം? അപ്പോൾ ഓരോ സെമിസ്റ്ററിൽ ചെറിയ വേരിയേഷൻ വരും. നോർമലി സ്പീക്കിംഗ്, ക്ലിയർ, നമുക്ക് എത്ര വരും? ഒരു 20 ക്രെഡിറ്റ്സ്, 20 to 22 ക്രെഡിറ്റ്സ്, 20 ക്രെഡിറ്റ് അല്ലെങ്കിൽ 22 ക്രെഡിറ്റ് അല്ലെങ്കിൽ ചിലർ 18 ക്രെഡിറ്റ് അങ്ങനെ ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ, ക്ലിയർ, 20 ക്രെഡിറ്റോളം വരുന്നതാണ് ഒരു സെമിസ്റ്റർ. ഓക്കെ, പിന്നെ 6 സെമിസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് 120 ക്രെഡിറ്റ്സ് വരും. അതാണ് അക്കാഡമിക് അറ്റൈൻമെൻറ്റ്. ഓക്കെ, അതും നമ്മൾ തുടർന്ന് നോക്കും എങ്ങനെയാണ് ഈ ക്രെഡിറ്റ്സ് ഒക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുക. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നും ചെയ്യാനൊന്നുമില്ല, പഠനം അല്ലേ. നോർമലി നമ്മുടെ കരിക്കുലം എന്ന് പറയും, നമ്മൾ തന്നെ എന്താ പറയുക? കരിക്കുലം. ക്ലിയർ? നമ്മൾ എന്തെല്ലാം പഠിക്കണം, പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്. ക്ലിയർ? സ്കീം ഓഫ് സ്റ്റഡി. ക്ലിയർ? അപ്പോൾ അതിനുമായി പറഞ്ഞുകൊണ്ട് നമ്മളൊരു കരിക്കുലം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ തിയറി ഉണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഉണ്ടാവാം. ക്ലിയർ? ട്യൂട്ടോറിയൽസ് ഉണ്ടാവാം. ക്ലിയർ? അതുപോലെ ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവാം, സെമിനാറുകൾ ഉണ്ടാവാം. ഇതെല്ലാം അറ്റൈൻ ചെയ്ത് വർക്കുകളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അറ്റൈൻമെൻറ്റിനെയാണ് ക്രെഡിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് മിനിമം, ക്ലിയർ, ഒരു പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ ഇതെല്ലാം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ക്ലാസ്സിലേ വരാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അറ്റൈൻമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി തന്നെ പറയണു, ക്ലിയർ, മിനിമം 75% അറ്റൻഡൻസ് ഉള്ള എല്ലാ കുട്ടികൾക്കും, എല്ലാ സ്റ്റുഡൻസിനും ഈ 120 ക്രെഡിറ്റ്സ് വിൽ ബി പ്രൊവൈഡ്. ക്ലിയർ? സോ ഓൾ ദോസ് സ്റ്റുഡൻറ്റ് who will have not less than 75% of attendance, clear, in each course will give or will get the respective credit. ക്ലിയർ? അതാത് കോഴ്സിനുള്ള റെസ്പെക്റ്റീവ് ക്രെഡിറ്റ് അവർക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഒരു കോഴ്സിന് ചിലപ്പോൾ 5 ക്രെഡിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 4 ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കുന്ന ഒരു പേപ്പർ, ആ പേപ്പറിൽ, ക്ലിയർ, നമ്മൾ 75% ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ 120 ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ഒരു സെമിസ്റ്ററിലോ, ആ സെമിസ്റ്ററിലുള്ള എല്ലാ കോഴ്സസിലും ഇതുപോലെ 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫുൾ ക്രെഡിറ്റ് കിട്ടും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോഴോ എല്ലാ സെമിസ്റ്ററിലും നമ്മൾ 75% കുറയാത്ത അറ്റൻഡൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 120 ക്രെഡിറ്റ്സ് കിട്ടും. ക്ലിയർ? ഇത് ക്രെഡിറ്റ് ആണ്, മാർക്കല്ല. ഇറ്റ് ഈസ് ഓൺലി എ
academic attainment, clear, stated in terms of a point, clear. നെക്സ്റ്റ് വൺ ഈസ് സെമിസ്റ്റർ സിസ്റ്റം അല്ലേ. എന്താണ് ഈ സെമിസ്റ്റർ സിസ്റ്റം? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ഇയറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്, ക്ലിയർ. സോ എ സെമിസ്റ്റർ, ഓക്കെ, സോ എ സെമിസ്റ്റർ ഈസ് എ പീരീഡ് ഓഫ് 90 അക്കാഡമിക് ഡേയ്സ്, ക്ലിയർ. അപ്പോൾ 90 അക്കാഡമിക് ഡേയ്സ് വരുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമിസ്റ്റർ എന്ന് പറയുന്നത്. സോ എ സെമിസ്റ്റർ ഈസ് എ പീരീഡ്, clear, consisting of 90 working days, academic days. അപ്പോൾ അക്കാഡമിക് ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദിവസം എന്നാണ് അർത്ഥം, ക്ലിയർ. അപ്പോൾ ആ ദിവസത്തിൽ എന്തൊക്കെ വരാം 90 വർക്കിംഗ് ഡേയ്സിൽ? മേ ബി അല്ലേ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടക്കും, തിയറി ക്ലാസ്സസ് നടക്കും, പ്രാക്ടിക്കൽ ക്ലാസ്സസ് നടക്കും, അസൈൻമെൻറ്റുകൾ നടക്കും, ക്ലാസ് ടെസ്റ്റുകൾ നടക്കും, അതുപോലെ യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കും, ക്ലിയർ. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 90 ഡേയ്സ് എന്ന് പറയുന്നത്, ക്ലിയർ. ദാറ്റ് ഈസ് 18 അക്കാഡമിക് വീക്ക്, ക്ലിയർ. അപ്പോൾ എത്ര ആഴ്ചകളുണ്ടാവും? 18 ആഴ്ചകൾ, ക്ലിയർ. അപ്പോൾ ചുരുങ്ങിയത് 18 ആഴ്ചയെങ്കിലും ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത്, ക്ലിയർ, നമുക്ക് ഉണ്ടാവുന്ന ഒരു അക്കാഡമിക് എൻവയോൺമെൻറ്റ് അല്ലേ, അതനുസരിച്ച് വരുന്നതാണ് ഒരു സെമസ്റ്റർ എന്ന്. അപ്പോൾ കുറേ കോഴ്സസ് അതിൻ്റെ ഉള്ളിൽ പഠിപ്പിച്ച് കഴിയും, ക്ലിയർ. അതാണ് ഒരു സെമസ്റ്റർ, ക്ലിയർ. സോ എ സെമസ്റ്റർ കൺസിസ്റ്റിംഗ് ഓഫ് 90 വർക്കിംഗ് ഡേയ്സ് ഓർ 18 അക്കാഡമിക് വീക്സ്. ദെൻ സോ ദർ ആർ ടോട്ടൽ 6 സെമസ്റ്റേഴ്സ് ഇൻ അവർ പ്രോഗ്രാം. ഈ സെമസ്റ്ററുകളെ നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ഓഡ് സെമസ്റ്റർ എന്നും ഈവൻ സെമസ്റ്റേഴ്സ് എന്നും, ക്ലിയർ. എന്താണ് ഈ ഓഡ് സെമസ്റ്റർ? സേ ഫോർ എക്സാമ്പിൾ നിങ്ങളെല്ലാം ഇപ്പോൾ ഓഡ് സെമസ്റ്റർ ബാച്ചാണ്. എന്താ ഈ ഓഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫിഫ്ത്ത് സെമസ്റ്റർ എല്ലാം ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ആരംഭിച്ച് അല്ലേ, ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബർ മാസത്തിൽ കഴിയുന്ന തരത്തിലായിരിക്കും അത് അതിൻ്റെ പീരീഡ് വരിക. അപ്പോൾ അതുകൊണ്ട് ഈ പീരീഡിനെയാണ് നമ്മൾ ഓഡ് സെമസ്റ്റർ എന്ന് പറയുക, ക്ലിയർ. ദാറ്റ് ഈസ് ജൂൺ ടു ഒക്ടോബർ, ജൂൺ ടു ഒക്ടോബർ അല്ലെങ്കിൽ ജൂൺ ടു നവംബർ. ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ ജൂൺ ടു നവംബർ അല്ലെങ്കിൽ ജൂലൈ ടു നവംബർ ഒക്കെയാണ് സാധാരണ വരിക. ഓക്കെ, എനിവേ ഈ പീരീഡാണ് നമ്മൾ ഓഡ് സെമസ്റ്റർ എന്ന് പറയുക. സാധാരണ ഇതിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ആദ്യത്തെ വർഷം ആകുമ്പോൾ 1ാം സെമസ്റ്റർ ആയിരിക്കും, അല്ലേ. 2ാമത്തെ വർഷം വരുമ്പോൾ 3ാം സെമസ്റ്റർ ആയിരിക്കും, അല്ലേ. 3ാമത്തെ വർഷം വരുമ്പോൾ 5ാമത്തെ സെമസ്റ്റർ ആയിരിക്കും, ഓക്കെ. ഇതേപോലെ തന്നെയാണ് ഒരു പകുതി വർഷം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അടുത്ത സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സെമസ്റ്ററുകളെ നമ്മൾ ഈവൻ സെമസ്റ്റർ എന്ന് പറയും, ക്ലിയർ. അപ്പോൾ ഈവൻ സെമസ്റ്റർ ഏതൊക്കെയാണ്? സെമസ്റ്റർ നമ്പർ 2, സെമസ്റ്റർ നമ്പർ 4, സെമസ്റ്റർ നമ്പർ 6, ക്ലിയർ. സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലാസ് നടക്കുന്നതാണ് ഇതൊക്കെ, അല്ലേ. നിങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ് ഉണ്ടാകുമ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് നടക്കും. ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്ക് ക്ലാസ് നടക്കുമ്പോൾ തേർഡ് സെമസ്റ്ററിന് ക്ലാസ് നടക്കുന്നുണ്ട്, ഫിഫ്ത്ത് സെമസ്റ്ററിന് വേറെ ക്ലാസ് നടക്കുന്നുണ്ട്, അല്ലേ. അതുപോലെ, ക്ലിയർ. നിങ്ങൾ സെക്കൻഡ് ഇയർ ആയിട്ട് മാറുമ്പോൾ, സെക്കൻഡ് സെമസ്റ്റർ ആയിട്ട് മാറുമ്പോൾ, സെക്കൻഡ് ഇയർ അല്ല സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ, അല്ലേ, നേരത്തെ തേർഡ് സെമസ്റ്റർ ഉണ്ടായിരുന്ന കുട്ടികൾ 4th സെമസ്റ്റർ ആയിട്ട് മാറും, നേരത്തെ 5th സെമസ്റ്റർ ഉണ്ടായിരുന്ന കുട്ടികൾ 6th സെമസ്റ്റർ ആയിട്ട് മാറും, ക്ലിയർ. അപ്പോൾ 2, 4, 6 സെമസ്റ്ററുകളിൽ വരുന്ന സെമസ്റ്റേഴ്സിന് നമ്മൾ ഈവൻ സെമസ്റ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈവൻ സെമസ്റ്റേഴ്സ് നോർമലി നവംബർ ടു മാർച്ച് വരെ വരുന്ന പീരീഡാണ്, ക്ലിയർ. നവംബർ ടു മാർച്ചാണ് സാധാരണഗതിയിൽ വരുന്ന ഈവൻ സെമസ്റ്റർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ, ഇപ്പോൾ ഒരു COVID-19 സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ട്, അല്ലേ. ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ അക്കാഡമിക് കലണ്ടറിലൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ട്, ക്ലിയർ. മേ ബി ഒരു പക്ഷേ 3-5 സെമസ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ജൂൺ മാസം അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യേണ്ട ക്ലാസ്സുകളായിരുന്നു. നമുക്കത് കഴിഞ്ഞില്ല, അല്ലേ. നമ്മളിപ്പോൾ അത് നവംബർ മാസത്തിലേക്ക് ആയി നിൽക്കുകയാണ്, ക്ലിയർ. എനിവേ അത് നമുക്ക് കുറച്ച് ഈ പാൻഡമിക് സിറ്റുവേഷൻ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് റീകുപ്പ് ചെയ്ത് വരാൻ പറ്റും. നെക്സ്റ്റ് അക്കാഡമിക് ഓൺവേർഡ്സ്, അല്ലേ, നമ്മൾ ഈ പീരീഡ് ജൂൺ ടു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ടു മാർച്ച് എന്നുള്ള പീരീഡിലേക്ക് ഓഡ് സെമസ്റ്ററും ഈവൻ സെമസ്റ്ററും ആയിട്ട് മാറും, ക്ലിയർ. എനിവേ സോ ദീസ് ആർ ഓൾ ദി സെമസ്റ്റേഴ്സ്, ക്ലിയർ. സോ ഇപ്പോൾ നിങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന സെമസ്റ്റർ എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് സെമസ്റ്ററാണ്, അല്ലേ. അത് ഏത് വിഭാഗത്തിൽ വരുന്ന? ഓഡ് സെമസ്റ്ററിൽ വരുന്നതാണ്, ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ആലോചിച്ചാൽ മതി. സോ നെക്സ്റ്റ് ഈസ് പ്രോഗ്രാം ആൻഡ് കോഴ്സ്, ക്ലിയർ. എന്തിനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം, എന്തിനാണ് കോഴ്സ് എന്ന് പറയാം, ക്ലിയർ. സോ വാട്ട് ഈസ് എ പ്രോഗ്രാം ആൻഡ് വാട്ട് ഈസ് എ കോഴ്സ്? സോ UG program, the entire study of graduation in 6 semesters is called a program, UG program, ക്ലിയർ. നമ്മൾ ഒരു UG അണ്ടർ ഗ്രാജുവേഷന് വേണ്ടി, ഗ്രാജുവേഷൻ കിട്ടുന്നതിന് വേണ്ടി പഠിക്കുന്ന എൻറ്റയർ സ്റ്റഡി, അല്ലേ,
പീരീഡ് ഓഫ് സ്റ്റഡി. ആ പീരീഡ് ഓഫ് സ്റ്റഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റഡിക്ക് പറയുന്ന പേരാണ് UG പ്രോഗ്രാം. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ബി എ പഠിക്കുന്ന കുട്ടികൾ BA പ്രോഗ്രാം എന്ന് പറയും, BSc ആകുമ്പോൾ BSc പ്രോഗ്രാം, BCom ആകുമ്പോൾ BCom പ്രോഗ്രാം. ക്ലിയർ? ഓക്കെ. സോ ഓരോ പ്രോഗ്രാമിനും ഓരോ കോഡുകളുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ എക്സാമിനേഷന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറൊക്കെ അലൗട്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് എല്ലാം ഈ കോഡ് അനുസരിച്ചിട്ടായിരിക്കും. ക്ലിയർ? കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സുകളുടെ പേരുകളോ ടൈറ്റിലോ കോഡുകളോ ഒക്കെ വരുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള കോഡുകൾ എന്തൊക്കെയാണ്? ഓരോ കോഴ്സുകളെയും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ്സ് കോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ UG പ്രോഗ്രാമിൻ്റെ കോഡുകൾ എന്തൊക്കെയാണ്? ക്ലിയർ? അപ്പോൾ BCom എന്ന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോഡ് BCM എന്നാണ്. ക്ലിയർ? BCM. ക്ലിയർ? സോ BCM ഈസ് ദ പ്രോഗ്രാം കോഡ് ഓഫ് BCom. ക്ലിയർ? അപ്പോൾ BCom കുട്ടികൾ ഉപയോഗിക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ BCM. അപ്പോൾ നിങ്ങളുടെ കോഴ്സുകളൊക്കെ കുറിച്ച് നിങ്ങൾ കോഴ്സിനെ തൊട്ടടുത്ത് പഠിക്കുന്നുണ്ട്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കോഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്തായിരിക്കും പഠിക്കുക, അതിനെ BCM. ക്ലിയർ? സോ BCM 1, B01 അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? BCom പ്രോഗ്രാമിലുള്ള ഒന്നാമത്തെ സെമസ്റ്ററിലെ ക്ലിയർ ബി എന്ന് പറയുന്നത് കോർ കോഴ്സിനെ പറയുന്നത്. എന്താണ് കോർ എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അതിൽ ഒന്നാമത്തെ കോഴ്സ്, ഇങ്ങനെയാണ് ഒരു കോഴ്സിൻ്റെ കോഡ് വരിക. ക്ലിയർ? അപ്പോൾ അതിൽ നമുക്ക് കോഴ്സ് കോഡ് വരും. ക്ലിയർ? അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ വരുന്ന സമയത്ത് GNA. ക്ലിയർ? GNAT BCM. ക്ലിയർ? അങ്ങനെ വരുന്നു വിചാരിക്കുക. അപ്പോൾ എന്താണ് അവിടെ ഇതിൽ ചില അർത്ഥങ്ങളുണ്ട്. ക്ലിയർ? ഇത് GN എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ കോഡാണ്. പിന്നെ നിങ്ങൾ ഏത് വർഷത്തിൽ അഡ്മിഷനായി എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള 2 ഡിജിറ്റ്സ് സൂചിപ്പിക്കുന്നത്. പിന്നെ വരുന്ന BCM എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കോഡാണ്. ക്ലിയർ? ഇങ്ങനെ BComൻ്റെ കേസ് ഇങ്ങനെയാണ് വരിക പ്രോഗ്രാം. അപ്പോൾ രജിസ്റ്റർ നമ്പർ വരുമ്പോൾ ഈ കോഡ് ഉണ്ടാവും. ഓക്കെ. സോ BCM. അതുപോലെ തന്നെയാണ് മൈക്രോബയോളജി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ BSc മൈക്രോബയോളജി പഠിക്കുന്ന കുട്ടികളുടെ കോഡ് എന്ന് പറയുന്നത് എന്താ? SMP. സോ ദിസ് ഇസ് ദ കോഡ്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിലും BSc കുട്ടികളുടെ രജിസ്റ്റർ നമ്പറിലും അതുപോലെ കോഴ്സ് കോഡൊക്കെ വരുമ്പോൾ SMP ചേർത്തിട്ടായിരിക്കും അത് വരിക. അതുപോലെ ഫങ്ഷണൽ ഇംഗ്ലീഷ് ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? FEN. ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ FEN. ക്ലിയർ? സോ 3 ആൽഫബറ്റ്സ് വരുന്ന ഒരു കോഡാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? പ്രോഗ്രാം കോഡായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? കോഴ്സസ്. എന്താണ് ഒരു കോഴ്സ്? So a subject of study in each semester divided into 5 category. ക്ലിയർ? നമ്മൾ കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ? ഇപ്പോൾ നമ്മൾ നേരത്തേക്ക് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BA കോഴ്സിന് ചേർന്നു, BCom കോഴ്സിനല്ലേ. ഇപ്പം നമ്മൾ അങ്ങനെയല്ല പറയുക. പിന്നെ എന്താ? BA പ്രോഗ്രാം, BCom പ്രോഗ്രാം, അതുപോലെ BSc പ്രോഗ്രാം, അങ്ങനെയാണ് പറയുക. ക്ലിയർ? കോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രസൻറ്റ് സെനാരിയോയിൽ അത് നമ്മൾ എന്താണോ പഠിക്കേണ്ടത്. ക്ലിയർ? ഒരു പ്രോഗ്രാം അണ്ടർഗോൺ ചെയ്യുന്ന സമയത്ത് കുറേ പേപ്പേഴ്സ് നമ്മൾ പഠിക്കും, കുറേ സബ്ജക്ട്സ് പഠിക്കും. ഈ പഠിക്കേണ്ട സബ്ജക്റ്റുകളെയാണ് എൻ്റെ പേര് പറയണത് കോഴ്സസ് എന്നാണ്. ക്ലിയർ? സോ ഇറ്റ്സ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഇൻ ഈച്ച് സെമസ്റ്റർ. ഓരോ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളെയാണ്, സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിക്കാണ് എൻ്റെ പേര് പറയുന്നത് കോഴ്സസ്. ക്ലിയർ? ഈ കോഴ്സുകൾ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു സെമസ്റ്ററിൽ 5ഓളം സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ക്ലിയർ? ഈ 5 സബ്ജക്റ്റുകൾ നമ്മൾ 5 കോഴ്സസ് ആയിട്ടാണ് പറയപ്പെടുക. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് ഈ കോഴ്സ്? ഈ കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. ക്ലിയർ? സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 കാറ്റഗറി. ക്ലിയർ? സോ വാട്ട് ആർ ദ 5 categories of courses? Clear? So let us see the 5 categories of courses. Course number 1, common course. Course number 2, clear, core course. Course number 3, complementary course. Course number 4, open course. And course number 5, audit course. Okay, ഇങ്ങനെയാണ് 5 കാറ്റഗറികൾ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെ 5 കോഴ്സ് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അല്ലേ? ഓരോന്നും എന്തൊക്കെയാണ്? കോമൺ കോഴ്സ്, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓപ്പൺ കോഴ്സ്, ഓഡിറ്റ് കോഴ്സ്. ഓക്കെ. ഇനി സിംപ്ലി പറഞ്ഞാൽ എന്താണ് കോമൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ? കോമൺ എന്ന് പറഞ്ഞാൽ പൊതുവ് അല്ലേ? കോമൺ ആയിട്ട് പഠിക്കേണ്ട കോഴ്സുകളെയാണ് കോമൺ കോഴ്സ് എന്ന് പറയുക. എന്താണ് അപ്പോൾ കോമൺ ആയിട്ട് പഠിക്കേണ്ടത്? BA സ്റ്റുഡൻസും
ബി എസ് സി സ്റ്റുഡൻസും ബി കോം സ്റ്റുഡൻസും എല്ലാം കോമൺ ആയിട്ട് പഠിക്കേണ്ട കോഴ്സസ് ആണ് ഇത്. ക്ലിയർ? അങ്ങനെയുള്ള കോഴ്സസ് ഏതൊക്കെയാ? അത് ഇംഗ്ലീഷാണ് ഒന്ന്, അല്ലേ? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്, അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബി എസ് സി സ്റ്റുഡൻസ് ആണെങ്കിലും പഠിക്കണം, ബി കോം സ്റ്റുഡൻസ് ആണെങ്കിലും പഠിക്കണം, ബി എ സ്റ്റുഡൻസ് ആണെങ്കിലും പഠിക്കണം. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്. എന്താ സെക്കൻഡ് ലാംഗ്വേജ്? ഇവിടെ നമ്മളെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലേ, മലയാളമാവാം, തമിഴാവാം, ഹിന്ദി ആവാം. ക്ലിയർ? അപ്പം ഇങ്ങനെ മലയാളമോ ഹിന്ദിയോ തമിഴോ ഇതൊക്കെയാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഇതും എന്ത് ചെയ്യുന്നു? ബി എ ബി എസ് സി ബി കോം സ്റ്റുഡൻസ് ഒക്കെ കോമൺ ആയിട്ട് പഠിക്കുന്നു. അതുകൊണ്ട് ഇതിനെ കോമൺ കോഴ്സ് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താ? ജനറൽ കോഴ്സ്. ഇതിന് പുറമേ, ക്ലിയർ, സാധാരണ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ജനറൽ ടോപ്പിക്, ജനറൽ സബ്ജക്ട്സ്, ആ ജനറൽ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജനറൽ കോഴ്സസ് എന്ന് പറയും. ക്ലിയർ? ആ ജനറൽ കോമൺ കോഴ്സസ് സാധാരണഗതിയിൽ ബി എ പ്രോഗ്രാമിന് ഉണ്ടാവില്ല ഒരു പക്ഷേ ഏതിനൊക്കെ ഉണ്ട്? ബി എസ് സിക്കും ഉണ്ട്, ബി കോമിനും ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതും കോമൺ കോഴ്സായിട്ട് അറിയപ്പെടും. അങ്ങനെ ഇത് മൂന്നും ചേർത്ത് വരുന്നതാണ് കോമൺ കോഴ്സ്. ക്ലിയർ? അപ്പോൾ കോമൺ കോഴ്സിനെ നമ്മൾ അറിയേണ്ട, പ്രത്യേകിച്ച് വേർതിരിച്ചറിയേണ്ട, അതിനു വേണ്ടി അതിന് നമ്മളൊരു ആൽഫബറ്റിക് കോഡ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? സോ ഇറ്റ്സ് ആൽഫ കോഡ് ഈസ് കോഡ് എ എന്നാണ് പറയുക. ക്ലിയർ? ക്യാപിറ്റൽ ലെറ്റർ എ. ക്ലിയർ? സോ കോഴ്സ്, അല്ലേ, ഒരു കോഴ്സിൻ്റെ ഇടയിൽ നമ്മൾ എ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് കോമൺ കോഴ്സാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ക്ലിയർ? ഇതിനൊക്കെ ഓരോ നമ്പറും കൊടുക്കുന്നു. A01, A02, A03, A04, ഇങ്ങനെ നമ്മൾ ഓരോ നമ്പർ കൊടുക്കും. ക്ലിയർ? അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയാണ് കോഡിങ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ശരി. നെക്സ്റ്റ് വൺ ഈസ് കോർ കോഴ്സ്. എന്താണ് കോർ കോഴ്സ്? മെയിൻ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്ന മെയിൻ സബ്ജക്റ്റുകളെയാണ് കോർ കോഴ്സസ് എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ ബി കോം ആണെങ്കിൽ കുട്ടികൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ്, അല്ലേ? അവരെന്തൊക്കെ പഠിക്കുന്നുണ്ടാവും, അല്ലേ? സോ മേ ബി അക്കൗണ്ടൻസിയെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അല്ലേ? ടാക്സ് കുറിച്ച് പഠിക്കുന്നുണ്ടാവാം. ക്ലിയർ? അതുപോലെ ഫിനാൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. ക്ലിയർ? ഇങ്ങനെ പഠിക്കുന്ന വിഷയങ്ങൾ, കോറായിട്ട് പഠിക്കുന്ന വിഷയങ്ങൾ, അല്ലേ, അത് സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന വിഷയങ്ങളെയാണ് കോർ കോഴ്സ്. ക്ലിയർ എന്ന് പറയും. മെയിൻ കോഴ്സ് അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് എന്ന് അർത്ഥം. ക്ലിയർ? ഇൻക്ലൂഡിങ് സ്പെഷ്യലൈസേഷൻ. അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി കോം സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യലൈസേഷൻ എന്താ? ദാറ്റ് ഈസ് ഫിനാൻസ് ആണ്. ബി കോം ഫിനാൻസ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ എലക്റ്റീവ്സ്, സ്പെഷ്യലൈസേഷൻ നമ്മൾ എലക്റ്റീവ്സ് എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ? ഇതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലും എലക്റ്റീവ്സ് ഉണ്ടാവാം, ബി എസ് സി മൈക്രോബയോളജിയിലും എലക്റ്റീവ്സ് ഉണ്ടാവാം. ക്ലിയർ? ഇങ്ങനെ അത് ഉൾപ്പെടെയുള്ള എലക്റ്റീവ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സും മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റ് ഉൾപ്പെടുന്നതിനാണ് കോർ കോഴ്സ് എന്ന് പറയുന്നത്. കോർ കോഴ്സുകൾ നമ്മൾ എന്ത് പറയുന്നു? ബി എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് കാണിക്കുന്നു. ക്ലിയർ? സോ ഇറ്റ് ഈസ് ബി. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് കോംപ്ലിമെൻ്ററി കോഴ്സ്. സോ വാട്ട് ഈസ് എ കോംപ്ലിമെൻ്ററി കോഴ്സ്? അല്ലേ? കോംപ്ലിമെൻറ്റ്, അല്ലേ? കോംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ആ രീതിയിൽ കോംപ്ലിമെൻ്ററി കോഴ്സസ് എന്താ? നമ്മുടെ ഈ കോർ കോഴ്സുകളുടെ പഠനത്തിന് സഹായിക്കുന്ന, അതിന് അനുയോജ്യമായിട്ടുള്ള, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സബ്സിഡറി ആയിട്ടുള്ള, ക്ലിയർ, ആൻസിലറി ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിക്കാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെൻ്ററി കോഴ്സ്. സോ ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് ദി ലേണിംഗ് ഓഫ് മെയിൻ സബ്ജക്റ്റ്. ക്ലിയർ? ഇപ്പോൾ ഒരു മെയിൻ സബ്ജക്റ്റ് നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കുക, അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആൻസിലറി ആയിട്ട് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെൻ്ററി കോഴ്സ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. കൊമേഴ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം, നമ്മൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി റിക്വയർ സം കൈൻഡ് ഓഫ് നോളേജ് ഓഫ് എക്കണോമിക്സ്, അല്ലേ? എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്കൽ തിയറി എന്താണ്, അല്ലേ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക്സ് എന്താ? ഒരു കൊമേഴ്സിൻ്റെ പഠനത്തിനെ സഹായിക്കുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ എക്കണോമിക്സ്, മാനേജറിയൽ എക്കണോമിക്സ് എന്നൊരു പേപ്പർ കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിക്കുന്നു. ഓക്കെ. ഇങ്ങനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ വരാവുന്ന കോഴ്സ്. അതുപോലെ തന്നെയാണ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പഠിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നാണ് പറയുക. നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോബ്ലം സൊല്യൂഷനോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ച് ടൂൾസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്തമാറ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്, ക്വാണ്ടിറ്റേറ്റീവ് മോഡൽസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒരു കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് ബി കോം കുട്ടികൾ പഠിക്കുന്നു, അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബി എസ് സി മൈക്രോബയോളജി ആണെങ്കിൽ മൈക്രോബയോളജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചെറിയൊരു അളവിൽ
കെമിസ്ട്രിയെക്കുറിച്ച് അറിയണം, ബയോ കെമിസ്ട്രി അറിയണം. അപ്പോൾ ബയോ കെമിസ്ട്രി എന്താ, അവരുടെ സബ്സിഡറിയാണ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആണ്. ക്ലിയർ? അതുപോലെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മൈക്രോബയോളജി സ്റ്റുഡൻസിന് എന്ത് പഠിക്കാനുണ്ടാവും? സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. എന്ത് സ്റ്റാറ്റിസ്റ്റിക്സാണ്? ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി. സോ ഇത് കോംപ്ലിമെൻ്ററി കോഴ്സസ് ആയിട്ട് പറയും. ക്ലിയർ? അതുപോലെ ഇംഗ്ലീഷിലും കോംപ്ലിമെൻ്ററി ആയിട്ട് കോഴ്സസ് വരാം. ഇപ്പം ഇങ്ങനെ വരാവുന്ന കുറച്ച് കോഴ്സുകൾ ക്ലിയർ ആണ് നമ്മൾ കോംപ്ലിമെൻ്ററി കോഴ്സ്. അപ്പോൾ കോംപ്ലിമെൻ്ററി കോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ അല്ലെങ്കിൽ കോഡ് എന്ന് പറഞ്ഞാൽ സി ആണ്. ക്ലിയർ? AIBIC. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സ് ഓൾറെഡി പറഞ്ഞു അല്ലേ? സോ ഇറ്റ് ഈസ് ദി ചോയ്സ് കോഴ്സാണ്. കുട്ടികളുടെ താല്പര്യം അനുസരിച്ച്, ചോയ്സ് അനുസരിച്ച് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ് ഓപ്പൺ കോഴ്സ്. അതെപ്പോഴാണ് വരിക? 5th സെമസ്റ്റർ, 5ാമത്തെ സെമസ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും അത് എൻ്റെ ചോയ്സ് വരിക. ക്ലിയർ? സോ അതർ സ്ട്രീം ഓഫ് സബ്ജക്ട്സ്. ക്ലിയർ? നമ്മളിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ സ്ട്രീമിൽ നിന്നും വ്യത്യാസമായുള്ളൊരു സബ്ജക്റ്റാണ് അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇംഗ്ലീഷിൻ്റെയോ മൈക്രോബയോളജിയുടെ ഒരു കോഴ്സായിട്ട് ആയിരിക്കും എടുക്കുക. ക്ലിയർ? സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൈക്രോബയോളജിയിലെ ഒരു കുട്ടി അവരുടെ മൈക്രോബയോളജിയുടെ സബ്ജക്റ്റിൽ നിന്ന് വ്യത്യാസമായി വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന, കോമേഴ്സോ ഇംഗ്ലീഷോ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സായിരിക്കും എടുക്കേണ്ടി വരിക. ഇങ്ങനെ എടുക്കുന്ന അതർസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അതർ സബ്ജക്റ്റിൽ വരുന്ന കോഴ്സസിനെയാണ് ഓപ്പൺ കോഴ്സ്. ക്ലിയർ? ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ ചോയ്സ് ഓഫ് സ്റ്റുഡൻറ്റ്. ക്ലിയർ? അതിന് നമ്മൾ കോഴ്സ് കോഡ് D ആണ്. ക്ലിയർ? D വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓഡിറ്റ് കോഴ്സ്. ക്ലിയർ? ഓഡിറ്റ് കോഴ്സ് വേറൊരു പ്രധാനപ്പെട്ട കോഴ്സാണ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ 2019 വർഷത്തിൽ നമ്മുടെ കരിക്കുലം റിവൈസ് ചെയ്തപ്പോൾ, സിലബസ് റിവൈസ് ചെയ്തപ്പോൾ, ക്ലിയർ, പുതിയ റെഗുലേഷൻ വന്നപ്പോൾ അതിലുള്ള ഒരു കണ്ടൻ്റാണ് UG അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾ അവരുടെ പ്രധാനമായിട്ടും വരുന്ന പഠനത്തിനോടൊപ്പം, ക്ലിയർ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ, ക്ലിയർ, അവരെന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ട് വരും. ഈ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ക്വാളിഫയിങ് മാത്രമാണ്. ഇത് എന്തിനു വേണ്ടി എടുക്കില്ല? ദിസ് വിൽ നോട്ട് ബി ടേക്കൺ ഫോർ യുവർ റാങ്കിങ് ഓർ ദിസ് വിൽ നോട്ട് ബി ടേക്കൺ ഫോർ കാൽക്കുലേറ്റിംഗ് യുവർ പാസ്, ദാറ്റ് ഈസ് പാസ് പെർസെൻറ്റേജ്. ക്ലിയർ? മാർക്കിനെ ഇതിനെ ബാധിക്കില്ല, ടോട്ടൽ റിസൾട്ടിനെ ഇത് ബാധിക്കില്ല, റിസൾട്ടിനേക്ക് വേണ്ടിയിട്ട് ഇത് എടുക്കില്ല. ക്ലിയർ? ഒന്നിച്ച് കമ്പ്യൂട്ട് ചെയ്യില്ല. പക്ഷേ അത് പാസ്സായിരിക്കണം, ക്വാളിഫയിങ് ചെയ്തിരിക്കണം, ഒരു മിനിമം ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തുകൊണ്ട് അത് പാസ്സായിരിക്കണം. ക്ലിയർ? ഇങ്ങനെ പഠിക്കേണ്ട കോഴ്സുകളാണ് ഓഡിറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഓഡിറ്റ് കോഴ്സിൻ്റെ ഉദ്ദേശം എന്താ? അതിനെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്നുകൂടെ പറയും. എന്താ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ്? കുട്ടികളുടെ എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ എബിലിറ്റിയാണ്? മേ ബി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, സോഷ്യൽ എബിലിറ്റി, അല്ലെങ്കിൽ സോഷ്യബിലിറ്റി. ക്ലിയർ? ഇങ്ങനെ കുറേ കാര്യം, വാല്യൂ, ക്ലിയർ, ഹ്യൂമൻ വാല്യൂ. ഓക്കെ, ഇങ്ങനെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കോഴ്സസ് അല്ലെങ്കിൽ കുറച്ച് സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കേണ്ടതാണ് ഓഡിറ്റ് കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിഫയിങ് ഓൺലിയാണ്. ദിസ് വിൽ നോട്ട് ബി ടേക്കൺ ഫോർ യുവർ ക്ലിയർ അഗ്രിഗേഷൻ ഓഫ് മാർക്ക്, അഗ്രിഗേഷൻ ഓഫ് റിസൾട്ട് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എടുക്കില്ല. പക്ഷെ അത് ക്വാളിഫൈ ചെയ്തിരിക്കണം, മിനിമം പാസ്സായിരിക്കണം. ക്ലിയർ? ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനെ കോഴ്സ് കോഡ് നമ്മൾ E ആയിട്ട് പറയുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡിറ്റ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെ കോഴ്സസ് ഉണ്ട്. 5 കാറ്റഗറീസ് ഓഫ് കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ 4 കാറ്റഗറീസ് ഓഫ് കോഴ്സ് നമ്മൾ പഠിക്കുന്നു. ഈ 4 കാറ്റഗറീസ് ഓഫ് കോഴ്സ് നമ്മുടെ മാർക്കിനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിലേക്ക് അഗ്രിഗേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, പക്ഷേ 5ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. നമ്മുടെ സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്കില്ല്, എബിലിറ്റി, നോളേജ്, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഓഡിറ്റ് കോഴ്സസ് എന്ന് പറയുക. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ക്ലിയർ? അത് നമുക്ക് എക്സാമിനേഷൻ അതിന് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. ക്ലിയർ? ആൾട്ടർനേറ്റ് വേ ഓഫ് ക്വാളിഫയിങ് ഇൻ. ക്ലിയർ? മൂക്ക് കോഴ്സസ് എന്നൊക്കെ പറയും. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൂക്ക് കോഴ്സസ് ഒക്കെ, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് വേണ്ട? ഇതിൻ്റെ എക്സാമിനേഷൻ ഒന്നും ഇതുണ്ട, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്വാളിഫൈഡ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് ഓഡിറ്റ് കോഴ്സസ്, അല്ലെങ്കിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, അല്ലെങ്കിൽ സ്കിൽ കോഴ്സസ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദി കോഴ്സ് സ്ട്രക്ചർ. ക്ലിയർ? കോഴ്സ് കാറ്റഗറി.
ഓരോ കോഴ്സസിനും എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഈ കോഴ്സുകളെ പിന്നെ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? സേ ഫോർ എക്സാമ്പിൾ ബികോം കുട്ടികൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് ഇവിടെ BCM2 B02. എന്താണ് ഇതിലെ BCM? സോ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് BCM സ്റ്റാൻഡ്സ് ഫോർ ബികോം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് അല്ലേ? സോ ഇറ്റ്സ് പ്രോഗ്രാം കോഡാണ് ആദ്യത്തെ ലെറ്റർ. ക്ലിയർ? ആദ്യത്തെ 3 ആൽഫബറ്റ്. രണ്ടാമത്തെ എന്താണ്, ഏത് സെമസ്റ്ററിലാണ് പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ന്യൂമറാണത്. ക്ലിയർ? അപ്പോൾ ഓരോ സെമസ്റ്റർ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട്. സെമസ്റ്റർ 1, സെമസ്റ്റർ 2, സെമസ്റ്റർ 3, സെമസ്റ്റർ 4, 5 and 6. ക്ലിയർ? സോ ഈച്ച് സെമസ്റ്റർ വിൽ ബി ഗിവൺ എ നമ്പർ. ക്ലിയർ? ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ. ക്ലിയർ? അപ്പോൾ ഈ BCM ശേഷം 3 ആൽഫബറ്റിന് ശേഷം വരുന്ന നമ്പർ എന്താ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി കൺസേൺഡ് സെമസ്റ്റർ. ക്ലിയർ? അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരിക? ബികോം കുട്ടികളാണെങ്കിൽ BCM1. ക്ലിയർ? BCM1 കോർ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയും, ബി കോർ കോഴ്സ്. ബി എന്ന് പറഞ്ഞാൽ കോർ കോഴ്സിൻ്റെ കോഡാണ്. ക്ലിയർ? അതിൽ ഒന്നാമത്തെ കോഴ്സാണ് വരിക. അപ്പോൾ 01. ഓക്കെ. സോ ബിസിനസ് മാനേജ്മെൻ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ്. ഓക്കെ. ഈ രീതിയിൽ നമുക്ക് കോഴ്സുകളെ കോഡ് ചെയ്യാം. അതുപോലെ തന്നെ മൈക്രോബയോളജി കുട്ടികളാണെങ്കിൽ എന്ത് നമുക്ക് എഴുതും? SMB. ക്ലിയർ? 1. ഓക്കെ. B01 അവരുടെ കോഡ് വരും. ക്ലിയർ? ഫങ്ഷണൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് വരും? FEN1. ക്ലിയർ? B01. ഓക്കെ. ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളുടെയും അല്ലേ കോഴ്സ് കോഡ് നമുക്ക് വരുന്ന സമയത്ത് ആ കോഡ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെ അറിയാൻ പറ്റും? ഏത് പ്രോഗ്രാമിലെ കുട്ടിയാണ്, ഏത് സെമസ്റ്ററിലെ കുട്ടിയാണ്, ഏത് കോഴ്സാണത്, എത്രാമത്തെ കോഴ്സാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അതിനു വേണ്ടി ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് കോഡ്സ് വരും. ക്ലിയർ? ഇതിന് പേരും ഉണ്ടാവും, ഒരു കോഡും ഉണ്ടാവും, ടൈറ്റിലും ഉണ്ടാവും. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് ആസ് കോഴ്സ് കോഡ്, ദിസ് ഈസ് കോൾഡ് ആസ് കോഴ്സ് ടൈറ്റിൽ. ക്ലിയർ? അപ്പോൾ കോഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ കോഴ്സ് നെയിമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. BCM2 B02 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഴ്സ് കോഡാണ്. ക്ലിയർ? അപ്പം ഇങ്ങനെ കോഴ്സ് കോഡുകളും കോഴ്സ് ടൈറ്റിലും ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓഡിറ്റ് കോഴ്സ്. എന്താണ് ഓഡിറ്റ് കോഴ്സ്? ഓഡിറ്റ് കോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്നാണ് ഇതിന് പറയുന്നത്. ക്ലിയർ? സോ 1 കോഴ്സ് പെർ സെമസ്റ്റർ അപ് ടു 4th സെമസ്റ്റർ. 4ാമത്തെ സെമസ്റ്റർ വരെ. എത്രാമത്തെ സെമസ്റ്റർ വരെ? 4 സെമസ്റ്റർ വരെ. 1, 2, 3, 4 സെമസ്റ്ററുകളിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചില പേപ്പേഴ്സിനെയാണ് എന്ത് പറയണത്? ഓഡിറ്റ് കോഴ്സ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ ക്ലാസ് റൂം സ്റ്റഡി. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതല്ല? ടീച്ചേഴ്സ് വന്ന് ബുക്കിൽ തുറന്ന് അല്ലേ നമ്മൾ സിലബസ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ക്ലാസ് റൂം സ്റ്റഡി ഉണ്ടാവില്ല. പിന്നെന്താണ്? ജനറലായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പഠിക്കണം. ക്ലിയർ? ടീച്ചേഴ്സിൻ്റെ അസിസ്റ്റൻസോടുകൂടിയും പഠിക്കാം, സെൽഫ് ലേണിംഗ് വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ? അപ്പോൾ അത് ഇറ്റ് ഈസ് അപ് ടു ദ സ്റ്റുഡൻറ്റ്. ക്ലിയർ? കുട്ടികളുടെ താല്പര്യം അനുസരിച്ചിട്ട് വിട്ടിരിക്കുകയാണ്. അവർക്ക് ഈ പ്രോഗ്രാം കഴിയുന്നതിൻ്റെ ഇടയിൽ 4 സെമസ്റ്റർ കഴിയുമ്പോൾ ഓരോ സെമസ്റ്ററിൽ എന്ത് ചെയ്യണം? ദർ എബിലിറ്റി ഷുഡ് ബി എൻഹാൻസ്ഡ്. ക്ലിയർ? അതെങ്ങനെ ചെയ്യാം? ബൈ ദെയർ ഓൺ എഫേർട്ട്. അപ്പോൾ ഞാൻ സെൽഫ് ലേണിംഗ് എന്ന് പറയും. അതല്ലെങ്കിൽ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യാം. ക്ലിയർ? അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ഓരോ സെമസ്റ്ററിലും ഒരു കോഴ്സ് വീതം 4 സെമസ്റ്ററിൽ പഠിക്കാം. ക്ലിയർ? ഓക്കെ. സോ നോട്ട് മെൻ ഫോർ ക്ലാസ് റൂം സ്റ്റഡി and required to get only pass grade. ഇതിന് എന്ത് മാത്രം മതി? പാസ് ഗ്രേഡ് കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് ക്വാളിഫയിങ് മാത്രമാണ്. ക്ലിയർ? ഇതിൻ്റെ മാർക്ക് നമ്മൾ മറ്റുള്ള പർപ്പസിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിമം പാസ് കിട്ടുകയാണ്. ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്നതിന് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ക്ലിയർ? 100 മാർക്കിന് പരീക്ഷ നടത്തിയാൽ 100 മാർക്കും വാങ്ങിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? പക്ഷെ നമ്മൾ മിനിമം 50% മാർക്കാണ് പാസ്സെങ്കിൽ 50% മിനിമം വാങ്ങിച്ചിരിക്കണം. ക്ലിയർ? 35% ആണ് നമ്മുടെ പാസ് മാർക്കെങ്കിൽ 35% മാർക്ക് മിനിമം വാങ്ങിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ ക്വാളിഫയിങ് മാത്രമാണ്. ക്ലിയർ? ഓക്കെ. ദെൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ റൈറ്റിംഗ് എക്സാം ഓഫ് 100 മാർക്സ്. 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പാസ്സാവാം. ക്ലിയർ? ഓർ ബൈ അണ്ടർടേക്കിംഗ് എ റിലേറ്റഡ് കോഴ്സ് അണ്ടർ സ്വയം മൂക്ക്. ക്ലിയർ? സ്വയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് IHRD അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് പറയപ്പെടുന്നത്. ക്ലിയർ? അവരുടെ ഓസ്പീഷ്യസ് നടത്തപ്പെടുന്ന ക്ലിയർ ഒരു കോഴ്സാണ് ഇത് സ്വയം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ സ്വയം കോഴ്സസ് അതിന് നമ്മൾ
മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്നാണ് പറയുക. ക്ലിയർ? എന്താ മാസീവ്? വളരെ കൂടുതൽ ആളുകൾക്ക് ഓൺലൈനായിട്ട് ഓപ്പണായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നടത്തപ്പെടുന്ന കോഴ്സുകളാണ് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ കോഴ്സസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. മിക്കവാറും കോഴ്സുകളും ഫ്രീ ആയിട്ട് നടത്തപ്പെടുന്ന കോഴ്സുകളാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിൽ എൻറോൾ ചെയ്യാം. വീഡിയോസ് ഉണ്ടാവും, ഓഡിയോ ഉണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെറ്റീരിയൽസ് കിട്ടും, PPT കിട്ടും, പ്രസൻറ്റേഷൻ കിട്ടും, ക്ലിയർ? PDF കിട്ടും. അതൊക്കെ വായിക്കാം. അതിൽ ചെറിയ ചെറിയ ഇവാലുവേഷൻ ഉണ്ടാവും, ചെറിയ ചെറിയ എക്സാമിനേഷൻ, ഓൺലൈനായിട്ടുള്ള എക്സാം ഉണ്ടാവും, ചെറിയ ചെറിയ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിശ്ചിത അവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. 100 മാർക്കിൻ്റെ പരീക്ഷ എഴുതി പാസ്സാവേണ്ട കാര്യമില്ല. ക്ലിയർ? സോ ബൈ possessing a MOOC certificate on the relevant subject, clear, will qualify you automatically. ക്ലിയർ? അപ്പോൾ അതിന് സ്വയം പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള MOOC പ്ലാറ്റ്ഫോമിലൂടെയോ ഒക്കെ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു സന്ദർഭത്തിൽ ലേൺ ചെയ്യാം. ക്ലിയർ? ഏതൊക്കെയാണ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് പിന്നീട് ഒരു സന്ദർഭത്തിൽ നോക്കാം. ഇനി ഇത് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെന്ന് വിചാരിക്കുക, അവർക്ക് എന്ത് ചെയ്യാം? ഈ ഇതിന് സിലബസ് കൊടുത്തിട്ടുണ്ട് ഓരോ ഓപ്പൺ നമ്മുടെ ഓഡിറ്റ് കോഴ്സസിൻ്റെ. ആ സിലബസ് എടുക്കുക, അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബുക്സിൽ വായിച്ചിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇങ്ങനെ പഠിച്ചിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് കോളേജിൽ എന്ത് നടത്തും? അതിനെ സംബന്ധിച്ചൊരു പരീക്ഷ നടത്തും, 100 മാർക്കിൻ്റെ ഒരു എക്സാം. ആ എക്സാം എന്ത് ചെയ്യണം? ക്വാളിഫൈ ചെയ്യണം. അല്ലേ? അതിൽ 35% അല്ലെങ്കിൽ 40% മാർക്ക് വാങ്ങിച്ച് പാസ്സാവണം. ക്ലിയർ? ഇങ്ങനെ പാസ്സായിട്ടുള്ള കുട്ടികളെ ലിസ്റ്റ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് അയക്കും. യൂണിവേഴ്സിറ്റി പാസ്സായിട്ടുള്ള കുട്ടികളെ അപ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള റിസൾട്ട് കമ്പയർ ചെയ്ത് അയക്കും. ക്ലിയർ? ഈ രീതിയിലാണ് ഓഡിറ്റ് കോഴ്സസ് വരിക. അപ്പോൾ ഒന്നുകിൽ എക്സാമിനേഷൻ എഴുതി പാസ്സാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MOOC കോഴ്സ്, ക്ലിയർ, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് പാസ്സായിട്ട് സ്വയം പ്ലാറ്റ്ഫോമിലൂടെയോ അതല്ലാതെ വേറെയും ചില പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഡെക്സ് പറയുന്ന പ്ലാറ്റ്ഫോം, ക്ലിയർ, കോഴ്സെറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ക്ലിയർ, ഇങ്ങനെയുള്ള കുറേയധികം പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സം ഓഫ് ദ പ്ലാറ്റ്ഫോംസ് ആർ ഓഫറിങ് ഫ്രീ കോഴ്സസ്. ക്ലിയർ? വിത്തൗട്ട് എനി കോഴ്സ് യു ക്യാൻ അണ്ടർഗോ ആൻഡ് ഗെറ്റ് സർട്ടിഫിക്കറ്റ്. ക്ലിയർ? അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് നിങ്ങളുടെ ഓഡിറ്റ് കോഴ്സ്? ഒന്നാമത്തെ സെമിസ്റ്ററിൽ, അല്ലേ, നിങ്ങളിവിടെ പഠിക്കേണ്ട ഒന്നാമത്തെ സെമിസ്റ്ററിൽ യു ഷുഡ് സ്റ്റഡി അബൌട്ട് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, എൻവയോൺമെൻറ്റൽ അണ്ടർസ്റ്റാൻഡിങ്. 4 ക്രെഡിറ്റ് ആണ് അതിന് വരിക. ക്ലിയർ? അപ്പോൾ അതിൻ്റെ സിലബസ് നിങ്ങൾ ടീച്ചേഴ്സ് പിന്നീട് തരും. ക്ലിയർ? അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമത്തെ സെമിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അല്ലേ, എന്താണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ള സിലബസ് ആലോചിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇതാവേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, നമുക്ക് ചുറ്റും അറിയുന്നത്, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ പരിസര മലിനീകരണം, പരിസ്ഥിതിയുടെ ദോഷങ്ങൾ, അല്ലെ, പരിസ്ഥിതിയിൽ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഹ്യൂമൻ ലൈഫിനെയും സൊസൈറ്റിയും ബാധിക്കുന്ന ഇഷ്യൂസ്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊല്യൂഷൻ, അല്ലേ, എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, എക്കോളജിക്കൽ ബാലൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ട് പരിചയമായിട്ടുള്ള ടേംസ് ആണ്. ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളും മെറ്റീരിയൽസ് ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, വീഡിയോ, ഓഡിയോ ഒക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി കോഴ്സസ് ഉണ്ട്. ക്ലിയർ? സ്വയം പ്ലാറ്റ്ഫോം തന്നെ ഓഫർ ചെയ്യപ്പെടുന്ന കോഴ്സസ് ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യും. ക്ലിയർ? സോ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. സെക്കൻഡ് സെമിസ്റ്റർ ആകുമ്പോൾ യു ഷുഡ് സ്റ്റഡി അബൌട്ട് ദി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ക്ലിയർ? ഇപ്പോൾ രണ്ടാമത്തെ സെമിസ്റ്റർ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ കേരള ഫ്ലഡൊക്കെ വന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മോഡിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ കോവിഡ് പാൻഡമിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഈ രീതിയിൽ ചില സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലേ, ഒരു ഭൂകമ്പം വരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരുന്നു, അല്ലേ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി വരുന്നു, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിസാസ്റ്ററിനെ നമ്മൾ മാനേജ് ചെയ്യണം. സോ ഹൗ ടു ഹാൻഡിൽ ഡിസാസ്റ്റർ? അപ്പോൾ എന്താണ് ഡിസാസ്റ്റർ, അതിൻ്റെ നേച്ചർ എന്താണ്, കോസ് എന്താണ്, എഫക്റ്റ് എന്താണ്, എങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്യാം, ക്ലിയർ, റിഡക്ഷൻ മെത്തേഡ് എന്താണ്, എന്തെല്ലാം സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കണം, എന്തെല്ലാം മെഷേഴ്സ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, ഹൗ ടു മാനേജ് ഇറ്റ്, എന്നതിനെക്കുറിച്ചൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അത് സെക്കൻഡ് സെമിസ്റ്ററിൽ നമ്മൾ പഠിക്കണം. ദെൻ മൂന്നാമത്തെ എന്താ? ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച്, അതല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ച്, ക്ലിയർ, ഒക്കെ പഠിക്കാം. ക്ലിയർ? അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് വേണമെങ്കിൽ പഠിക്കാം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് പഠിക്കാം, കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് പഠിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ.
അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ സെമിസ്റ്ററിൽ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നു. ക്ലിയർ? അപ്പോൾ അത്രയും മേഖലകളിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ സെമിസ്റ്റർ വരുമ്പോൾ നമ്മൾ ജെൻഡർ സ്റ്റഡി, ഓക്കെ, അല്ലെങ്കിൽ ജെറൻറ്റോളജി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ, സ്കിൽസ്, ക്ലിയർ, നമ്മളിലേക്ക് വാല്യൂസൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി, കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സസാണ് ഓഡിറ്റ് കോഴ്സ്. നോർമലി ഇതിന് ക്ലാസ് റൂം ടീച്ചിങ് ഉണ്ടാവില്ല, ടീച്ചേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാസി ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ കോഴ്സസൊക്കെ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് അതിൻ്റെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ്, ക്ലിയർ, വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി എക്സാംപ്റ്റഡ് ഫ്രം റൈറ്റിംഗ് എക്സാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലും നമുക്കത് ക്വാളിഫൈ ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് ഓഡിറ്റ് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കോഴ്സസിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ.